മച്ച്. സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ഞാനൊരു അമിത വിദ്യാസക്തന്റെ സഹായത്താലും ഈ മഹത്തായ ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ്മയിലുള്ളത് കൊണ്ടും ഇന്ന് മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഹരിഹര ലക്ഷ്മണൻ. ലക്ഷ്മണൻ ചേട്ടാ ഹായ്. നമ്മള് അന്ന് കഴിഞ്ഞ ബുധനാഴ്ച നിർത്തിയത് 114-ാമത്തെ പേജിലാണ്. അതായത് റോളണ്ട് എച്ച് കാൾ യുങ് എന്ന് പറഞ്ഞ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണുന്ന ഒരു ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിർത്തിയത്. ഞാൻ അവിടുന്ന് തന്നെ തുടങ്ങാം. Roland has been so concerned, 113-ാമത്തെ പേജിൽ ലാസ്റ്റ് ലൈൻ, Roland has been so concerned about his own drinking that he went to Switzerland to place himself under the care of Carl Jung, the psychiatrist. He was treated by Jung for about a year, but when he left Jung, he soon got drunk. മദ്യാസക്തിയുടെ ഒരു പ്രശ്നം ഇന്നിപ്പോ നമുക്കെല്ലാം അറിയാം. മദ്യാസക്തി എന്നുള്ള ഒരു പ്രശ്നം എന്താണെന്നുള്ളത് നമുക്കെല്ലാം ഓരോരുത്തരും അവരവരുടെ മനസ്സിലാക്കലിലൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ലൈക്ക് വൺസ് എൻ ആൽക്കഹോളിക്, ഓൾവേസ് എൻ ആൽക്കഹോളിക്. കുറച്ചു കാലം കുടിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാനുള്ള ശക്തി ഉണ്ടാവും എന്നുള്ള തെറ്റിദ്ധാരണയെ കുറിച്ച് നമുക്കറിയാം. ഇതൊരു 1 day at a time പ്രോഗ്രാമാണ്. ഇതൊക്കെ നമുക്ക് പാക്കേജ് ആയിട്ട് തന്നത് കാരണം നമുക്കറിയാം. പക്ഷെ ഇത് സംഭവിക്കുന്നത് ബിൽ മുമ്പത്തെ ആളുകൾക്ക് ഈ പ്രോഗ്രാം കണ്ടുപിടിക്കുന്നതിന്റെയും മുമ്പത്തുള്ള, അതും എബി താച്ചറിന് ബിൽ കിട്ടിയ അതിനും മുമ്പത്തെ ആളാണ് ഈ റോളണ്ട് എച്ച്. അപ്പൊ അത് ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനെയുള്ള നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടിയ ആ ഒരു കാര്യത്തെ പോലെ അല്ലായിരുന്നു ആ ഒരു സമയം എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി ഞാനിത് വായിക്കുകയാണ്. അതെനിക്ക് പറയണമെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ അങ്ങനെയാണ്. അപ്പോ ഈ കാൾ യുങ്ങിനെ കണ്ട്, കാൾ യുങ് അന്ന് വളരെ പ്രശസ്തനായ ഒരു സൈക്യാട്രിസ്റ്റ് ആണെന്ന് പറയുന്നത്. അദ്ദേഹത്തെ കണ്ട് ട്രീറ്റ് ചെയ്തിട്ടും എല്ലാം ശരിയായി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. He was treated by Jung for about a year, but when he left Jung, he soon got drunk. അപ്പൊ ഈ ലോകത്തിന്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ അത് ഫീൽ ചെയ്യാനേ പറ്റില്ല. അത് വല്ലാത്തൊരവസ്ഥ. അതായത് പേഴ്സണലായിട്ട് നല്ല രീതിയിൽ ജീവിക്കണം, ഇതിന്ന് മാറി ഈ സാധനം കഴിക്കാതെ ജീവിക്കണം, ഈ മദ്യം കഴിക്കാതെ ജീവിക്കണം എന്ന് ഉള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടും അത് പറ്റാത്തൊരവസ്ഥയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോഴാണ് പറയുന്നത് he returned to Jung for further treatment. ടോട്ടൽ നിസ്സഹായാവസ്ഥ, ബട്ട് വാസ് ടോൾഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി യൂസ്ലെസ്. അപ്പൊ അതും നഷ്ടപ്പെട്ടു. കാൾ യൂങ്ങിനെ കണ്ട് എന്തെങ്കിലും ഇതിനൊരു നിവൃത്തി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണകരമായ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസവും നഷ്ടപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നുവെച്ചാൽ വീണ്ടും വീണ്ടും പോയി മദ്യപിക്കുന്നു. അതിപ്പോ എല്ലാവരും ഈ അനുഭവത്തിലൂടെ പഠിക്കുന്ന കാര്യം തന്നെയാണ്. അതായത് എനിക്ക് തോന്നുന്നു കാൾ യൂങ്ങും അത് തന്നെയാണ് അനുഭവത്തിലൂടെ പഠിക്കുകയാണ്. ഈ റിട്ടേൺ ടു യൂങ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ് ബട്ട് വാസ് ടോൾഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി യൂസ്ലെസ്. ഇൻ യൂങ്സ് കാൾ യൂങ് തന്നെയാണ് അത് പറയുന്നത്. കാൾ യൂങ് ഇൻ യൂങ്സ് ഒപ്പീനിയൻ ദ ഓൺലി തിങ് ദാറ്റ് കുഡ് നൗ ഹെൽപ്പ് ഫ്രീ റോളണ്ട് ഫ്രം ഹിസ് അഡിക്ഷൻ വാസ് എ സ്പിരിച്വൽ അവേക്കനിങ്. മാനസാന്തരപ്പെടുക എന്നൊക്കെ പറയാം. ശരിക്കും ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു റീജിയണൽ കോൺഫറൻസിന് പോയിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ. അവിടെ സീനിയർ ആയിട്ടുള്ള ഒരു അധ്യാസക്തൻ അതിന്റെ ഇനോഗ്രേഷന് വയനാട്ടിലുള്ള ജോസഫ് മാഷ് നമ്മൾ ഈ വായിക്കുന്ന ഈ ഒരു പേജിലുള്ള സംഭവങ്ങളെ കുറിച്ച് അദ്ദേഹം ഒന്ന് വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി.
അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് മാനസാന്തരപ്പെടൽ. അതാണ് സ്പിരിച്വൽ അവേക്കനിങ്. കാൾ യുങ്ങിന്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. റോളണ്ട് എച്ചിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. റോളണ്ട് എച്ചിന് എങ്ങനെ അത് എബി താച്ചറിലേക്ക് എത്തി, എബി താച്ചറിന് എങ്ങനെ അത് ബില്ലിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് സംസാരിക്കണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ ഈ പുസ്തകം വായിക്കാനുള്ള എനിക്കുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു ഓപ്പർച്യൂണിറ്റി, അത് എനിക്ക് ഉണ്ടാക്കി തന്ന ഈ ഗ്രൂപ്പ്, നിങ്ങളെല്ലാവരെയും കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചു. എന്നുവെച്ചാൽ അതൊക്കെ ഒരു വളരെ മീനിങ് ഫുൾ ആയിട്ട് തോന്നി എനിക്ക്. ഇതേപോലുള്ള ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള ഒരു യാത്രയിൽ വളരെ മീനിങ് ഫുൾ ആയിട്ട് തോന്നി. അപ്പൊ ഇതൊക്കെ തന്നെയാണ് അന്ന് പറഞ്ഞത്. ഇൻ യൂങ്സ് ഒപ്പീനിയൻ, ദ ഓൺലി തിങ് ദാറ്റ് കുഡ് നൗ ഹെൽപ്പ് ഫ്രീ റോളണ്ട് ഫ്രം ഹിസ് അഡിക്ഷൻ വാസ് എ സ്പിരിച്വൽ അവേക്കനിങ്, ഒരു മാനസാന്തരപ്പെടൽ. When Roland protested that he already believed in God, അതാണ് ഒരു ജസ്റ്റിഫിക്കേഷന്റെ ഒരു ഭാഗം. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ അത് പോരാ. ദൈവവിശ്വാസം എന്നുള്ളത് ഒരു വളരെ വേഗ് ടേമാണ്. അത് പോരാ. അതാണ് പറയുന്നത്. റോളണ്ട് ഫ്രം ഹിസ് അഡിക്ഷൻ when Roland protested, അതാണ് അതായത് ആ ഒരു ഈ മാനസാന്തരപ്പെടൽ എന്നുള്ള കാര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഓൾറെഡി മാനസാന്തരപ്പെട്ട ഒരാളാണ്, ഞാനൊരു ഡിവൈൻ സോളാണെന്ന്, അങ്ങനെ എന്തൊക്കെയോ ആ രീതിയിൽ ഒരു പ്രൊട്ടസ്റ്റാണ് അവിടെ റോളണ്ട് കാണിക്കുന്നത്. when Roland protested that he already believed in God, Jung replied that belief was not enough. അപ്പൊ അങ്ങനെയുള്ളൊരു വിശ്വാസം പോരാ. അല്ലെങ്കിൽ ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്, ഞാൻ വേണ്ടുമത്ര എനിക്ക് ദൈവവിശ്വാസം എനിക്കുണ്ട് എന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണ, അതിനെ മാറ്റേണ്ട ഒരു അവസ്ഥയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിനെ ഒന്ന് പുനഃപരിശോധിക്കണം. അതെന്തുകൊണ്ടെന്ന് വെച്ചാല് നമുക്കിന്ന് മനസ്സിലാവുന്നുണ്ട്, ആൽക്കഹോളിക്സ് എപ്പോഴും ന്യായീകരിക്കുന്ന മനുഷ്യരാണ്. ന്യായീകരണം ഈ രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ when Roland protested that he already believed in God, Jung replied that belief was not enough. In order to have the vital religious experience that Jung believed was necessary, he suggested that Roland ally himself with a religious movement. അപ്പോ ഈ ദൈവവിശ്വാസം പോരാ, പിന്നെ എന്താണ് വേണ്ടത്? ഒരു റിലിജിയസ് മൂവ്മെന്റ്, ഒരു മൂവ്മെന്റുമായിട്ട്, ഒരു മൂവ്മെന്റ്, അതായത് ഒരു സന്ദേശം എടുത്തു ചെല്ലുന്ന ഒരു ആളുകളുമായിട്ട്, അത് അവരുടെ ഒരു കൂട്ടായ്മയുമായിട്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു ആവശ്യകതയെ കുറിച്ച് ഡോക്ടർ കാൾ യുങ് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടു. എന്തുകൊണ്ടെന്ന് വെച്ചാല്, ഹലോ ഹലോ ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു മൂവ്മെന്റുമായിട്ട് ഇഴുകിച്ചേരാനായിട്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് ആ മൂവ്മെന്റിൽ ഒരു പ്രസ്ഥാനമായിട്ട് ഇഴുകിച്ചേരാനായിട്ട്, ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു മൂവ്മെന്റ് തന്നെയാണ്. അതുപോലുള്ള ഒരു മൂവ്മെന്റുമായിട്ട് ഇഴുകിച്ചേരാനും അതിന്റെ ആവശ്യകതയെ കുറിച്ചും ഡോക്ടർ കാൾ യുങ് റോളണ്ടിനോട് പറഞ്ഞു കൊടുത്തു. In order to have the vital religious experience, ഇതിന് ആവശ്യമായ ഒരു മാനസാന്തരപ്പെടൽ, അല്ലെങ്കിൽ ഒരു റിലിജിയസ് എക്സ്പീരിയൻസ്. അപ്പൊ ഈ റിലിജിയൻ എന്നുള്ള ഒരു അർത്ഥം, മതം എന്ന് അതിന് അർത്ഥം കൊടുക്കുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ സാധാരണ ജസ്റ്റ് ഈ പുറം വായു കൊണ്ട് പറയുന്ന ഒരു റിലിജിയൻ അല്ല റിലിജിയൻ. നമ്മുടെ ജീവിത ശൈലിയെ
ബാധിക്കുന്ന ഒരു മതത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെയാണ് മതത്തിന്റെ അർത്ഥം തന്നെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ കാണേണ്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അത് എന്ന് തോന്നിപ്പോകും. ഓരോരുത്തരുടെ ജീവിത രീതിയാണ് മതം എന്നുള്ളത്. അതിനെയും ഈ പഴയ ഈ വേദഗ്രന്ഥങ്ങളൊക്കെ വ്യാഖ്യാനം ചെയ്തതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ വളരെ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു റിലീജിയസ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. ദാറ്റ് യുങ് ബിലീവ്ഡ് വാസ് നെസസറി. യുങ്ങിന്റെ ഒരു വിശ്വാസമായിരുന്നു. എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഇവിടെ തോൽവി അടഞ്ഞു. അപ്പൊ അത് ആവശ്യമാണ്. He suggested that Roland Alley himself എന്ന് വെച്ചാൽ അതിന്റെ സഹായത്തിലേക്കായിട്ട് വിധേയനാവുക വിത്ത് എ റിലീജിയസ് മൂവ്മെന്റ്. എന്തുമായിട്ട്? ഒരു പ്രസ്ഥാനവുമായിട്ട്, ഒരു ഒരു മാനസാന്തരപ്പെടുത്തുന്ന ഒരു കൂട്ടം പ്രസ്ഥാനവുമായിട്ട്. Roland impressed by the simplicity of the early Christian teachings as advocated by Oxford Group. ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്നുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ക്രിസ്ത്യൻ ടീച്ചിങ്സിനെ വളരെ ഈ റോളണ്ടിന് വളരെ ഇംപ്രഷൻ തോന്നിയിട്ട് became a member. അതിലൊരു മെമ്പർഷിപ്പ് എടുക്കുന്നു. ആൻഡ് ത്രൂ ദാറ്റ് അലയൻസ് ഫൗണ്ട് ദ സോബ്രൈറ്റ്. അതിലൂടെ അദ്ദേഹം സുബോധത്തെ കണ്ടെത്തുന്നു. He had sought so long and so hard. ഇത്രയും കാലം വളരെ ആഗ്രഹപൂർവ്വം അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്തണം എന്ന് ഈ തെരഞ്ഞുകൊണ്ടിരുന്ന സംഭവത്തെ അദ്ദേഹം അത് നേടിയെടുക്കുന്നു ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലൂടെ. Roland said Abbey had a thorough indoctrination. അപ്പൊ ഇതൊരു ഈ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം, ഒരു അതായത് ചോദ്യം ചെയ്യപ്പെടാതെ ഇരിക്കുന്ന ഒരു വിശ്വാസം. അതെന്താണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊന്നും യാതൊരു ചോദ്യവും ചോദിക്കാതെ തന്നെ ഉള്ള ഒരു വിശ്വാസമാണ് ഇൻഡോക്ട്രിനേഷൻ. Roland said Abbey had a thorough indoctrination. ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുള്ള അവരുടെ സന്ദേശത്തില് അദ്ദേഹത്തിന് ഒരു അമിതമായ വിശ്വാസം ഉണ്ടായിരുന്നു. He passed as much of this on to me as he could. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയതിനെ, റോളണ്ടിന് കിട്ടിയതൊക്കെ എബിക്ക് കൊടുത്തിരുന്നു. We would sit down and try to rid ourselves of any thoughts of the material world and see if we could find out the best plan for our lives for that day and to follow whatever guidance came to us. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് തന്നെയാണ് വൺ ഡേ അറ്റ് എ ടൈം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചു. We would sit down and try to rid ourselves of any thoughts of the material. ധാർമ്മികമായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ലൗകികമായിട്ടുള്ള ഓരോ ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് if we couldn't find out the material one and see if we couldn't find out the best plan for our lives for that day. We would sit down and try to rid ourselves of any thoughts of the material world and see if we couldn't find out the best plan for us. അന്ന് എന്തെങ്കിലും ഈ ലൗകികമായിട്ടുള്ള ഈ കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്തെങ്കിലും നല്ല ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അത് ചിന്തിച്ചു. To follow whatever guidance came to. അപ്പൊ അന്ന് ഒരു സന്ദേശം പോലെ എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ച് അവര് ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാൻ നോക്കി. Roland impressed upon him the 4 principles of Oxford Group. അപ്പൊ ഇത് ചെയ്യുമ്പോഴാണ് Roland impressed upon him the 4 principles of Oxford Group. 4 തത്വങ്ങൾ, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ 4 തത്വങ്ങൾ ഇംപ്രസ്ഡ് അപ്പോൺ ഹിം. എബിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എന്തായിരുന്നു 4 തത്വങ്ങൾ? അബ്സല്യൂട്ട് ഹോണസ്റ്റി, അബ്സല്യൂട്ട് പ്യൂരിറ്റി, അബ്സല്യൂട്ട് അൺസെൽഫിഷ്നെസ്, അബ്സല്യൂട്ട് ലവ്. അതായത് അബ്സല്യൂട്ട് ഓണസ്റ്റി, പരിപൂർണമായ സത്യസന്ധത, പരിപൂർണമായ ശുദ്ധത, പ്യൂരിറ്റി. അബ്സല്യൂട്ട് അൺസെൽഫിഷ്നെസ്, പരിപൂർണമായ നിസ്വാർത്ഥത, പരിപൂർണമായ സ്നേഹം. ഈ 4 കാര്യങ്ങളെക്കുറിച്ച് റോളണ്ട് പറഞ്ഞു കൊടുത്തു. He was particularly strong in advocating absolute honesty. അതിൽ ഈ പരിപൂർണമായ സത്യസന്ധതയെ അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. എബി said, honesty with yourselves, honesty with your fellow men, honesty with God. ഇതിന്നെല്ലാമാണ് നമ്മുടെ പടികൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എബിയാണ് ഇത് പറയുന്നത്. അവനവനോടുള്ള സത്യസന്ധത, മറ്റു കൂടെയുള്ള ഫെലോ മെമ്പേഴ്സിനോടുള്ള സത്യസന്ധത, പിന്നെ അത് നയിക്കുന്ന അടുത്തത് എന്താണ്? ദൈവവുമായിട്ടുള്ള സത്യസന്ധത. ഈ 3 സത്യസന്ധതയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. ആര്? റോളണ്ട് എച്ച്. And these things he followed himself, and thereby, by example, he made me believe in them again. He made me believe in them again as I had as a young man. അപ്പൊ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഇതെങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് വെറുതെ ലിപ് സർവീസ് ചെയ്യാതെ പ്രാക്ടിക്കലായിട്ട് ആ ഒരു രീതിയിൽ ജീവിച്ച് അതെന്താണെന്ന് കാണിച്ചു കൊടുക്കും. എബി വാസ് ഏബിൾ ടു കംപ്ലീറ്റ് ദ ഹൗസ് പെയിന്റിംഗ് ജോബ് with the help of a local contractor, probably paid by Ebi's brother. When it was finished, Ebi had nothing to do. I went right back to the bottle, he said. ഇത് എബിയുടെ കാര്യമാണ്. എബി വീണ്ടും മദ്യപാനത്തിലേക്ക് പോകുന്നു. അതാണ് വീട്ടിലെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും മദ്യപാനത്തിലേക്ക് പോയി എന്നുള്ളതാണ്. One day it was raining hard and I opened to look out and saw 4 or 5 pigeons that had lighted on the roof. I didn't like that. A new paint job. So I got the old double-barreled shotgun and walked out. It was very slippery on the grass. It had been raining hard. I sat down, and from that position, I started blazing away at the pigeons. The neighbors didn't like that, and they complained to somebody. So the next day, they were down looking for me, but I was sound asleep, and they couldn't get in. Arrested the following day, Ebi was taken to court in Pennington and ordered to appear again the following Monday. It was at this point that Roland H. interceded and told the judge that he, Roland, would be responsible for Ebi. അപ്പൊ എബി താച്ചറിനുണ്ടായ ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ ഈ സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവിടെ കുറച്ച് പക്ഷികൾ വന്നതിന് വെടിവെക്കുകയും അത് അയൽവാസികൾ അത് കംപ്ലൈന്റ് ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിന് കോടതിയിൽ അദ്ദേഹത്തിന് ഹാജരാകാൻ പറഞ്ഞു. വീണ്ടും ഹാജരാകാൻ പറഞ്ഞു. അപ്പോഴാണ് റോളണ്ട് എച്ച് അതിൽ ഇന്റർഫിയർ ചെയ്ത് ആ ജഡ്ജിനോട് പറയുന്നുണ്ട്, എബിയുടെ കാര്യം ഇങ്ങേരെ ഏറ്റെടുത്തോളാം, റോളണ്ട് എച്ച് ഏറ്റെടുത്തോളാം എന്ന് പറയുന്നുണ്ട്. വിത്ത് റോളണ്ട്സ് ഹെൽപ്പ്, Ebi closed up the family house in Manchester. For a while, he was a guest at Roland's home in Shaftesbury, 15 miles south of Manchester. And then he came to New York City, where he stayed with Shep for a while, and then went to live with one of the Brotherhood who ran Calvary Episcopal Mission on 23rd Street. It was while he was staying there and working with Oxford Group that he heard of Bill's desperate situation.
അപ്പൊ അങ്ങനെയാണ് എബി താച്ചർ ഈ റോളണ്ടിന്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ വീടൊക്കെ ഒഴിവാക്കി, മാഞ്ചസ്റ്ററിലുള്ള വീടൊക്കെ ഒഴിവാക്കി കുറച്ച് ദിവസം റോളണ്ടിന്റെ തന്നെ ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിച്ചു. പിന്നെ ന്യൂയോർക്കിലെത്തിയിട്ട് ഒരു ഷെഫ് ഫോർ എ വൈൽ, ഷെഫിന്റെ കൂടെ താമസിച്ചു. ഈ ഷെഫ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, നോക്കാം, ഷെഫ് എന്ന് പറയുന്നത് അതന്നെയാണ്. ഒരു ഷെപ്പേർഡിന്റെ ഒരു ഷോർട്ട് ഫോം എന്നാണ് പറയുന്നത് ഡിക്ഷണറി. അപ്പൊ അങ്ങനെയുള്ള ഒരാളുമായിട്ട് താമസിച്ചു. അവിടെ ഒരു താമസിച്ച സ്ഥലം കാൽവറി. കാൽവറി എന്ന് പറയുന്ന ഒരു ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്ത സ്ഥലം എന്നൊക്കെയാണ് പറയുന്നത്. ഒരു മല പോലുള്ള ഒരു സ്ഥലം. അത് തന്നെയാണ് നമുക്ക് കാൽവറി എപ്പിസ്കോപ്പൽ മിഷൻ ഓൺ 23rd സ്ട്രീറ്റ്. ഒരു മതപരമായിട്ടുള്ള ഒരു സ്ഥലം. അവിടെ താമസിച്ചു. ഇറ്റ് വാസ് വൈൽ ഹി വാസ് സ്റ്റേയിങ് ദേർ ആൻഡ് വർക്കിംഗ് വിത്ത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ദാറ്റ് ഹി ഹേർഡ് ഓഫ് ബിൽസ് ഡെസ്പറേറ്റ് സിറ്റുവേഷൻ. അങ്ങനെയാണ് എബി താച്ചർക്ക് ബില്ലിന്റെ വളരെ മോശമായ ഒരു അവസ്ഥയെക്കുറിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ആ സമയത്ത് എബി താച്ചർ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. Bill listened intently as Abby talked about the change that had come into his life. നമ്മൾ ബിഗ് ബുക്കിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അതായത് ബില്ല് വളരെ ശ്രദ്ധാപൂർവം എബിയുടെ സംസാരം ശ്രദ്ധിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൽ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് എബി സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു കേട്ടു. ആസ് ബിൽ റിമെമ്പേർഡ് ഇറ്റ്, Abby especially emphasized the idea that he had been hopeless. Abby emphasized the idea that he had been hopeless. ഒരു രക്ഷയും ഇല്ലാത്തൊരവസ്ഥയെ കുറിച്ച കാര്യമാണ് എബി അവിടെ അതിനെക്കുറിച്ചായിരുന്നു കൂടുതൽ ഊന്നി പറഞ്ഞത് എന്നുള്ളതാണ് പറഞ്ഞത്. He told me how he had got honest about himself and his defects, how he had been making restitution where it was owed, how he had tried to practice a brand of giving that demanded no return for himself. Bill said. അപ്പോൾ ബില്ല് അത് ഓർമ്മിക്കുകയാണ്. അതായത് എങ്ങനെ സത്യസന്ധത എന്നൊക്കെ പറയുമ്പോൾ വെറുതെ പറയാം സത്യസന്ധത എന്നുള്ളത്, പക്ഷെ എങ്ങനെ അവനവനോടുള്ള സത്യസന്ധത എന്താണ്, അവനവനിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളെ മറികടക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് റെസ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ തീരുമാനങ്ങൾ എങ്ങനെയാണ്, വിച്ച് ഇറ്റ് വാസ് ഓവ്ഡ്, അതിന്റെ ആവശ്യം അനുസരിച്ച്, how we had tried to practice a brand of giving that demanded no return. ഈ കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കൊടുക്കുകയല്ല, നിസ്വാർത്ഥമായ ഒരു കൊടുക്കൽ, ഇതെല്ലാം ആയിരുന്നു. Then very dangerously he touched upon the subject of prayer and God. Then very dangerously he touched upon the subject of prayer and God. എന്തുകൊണ്ടാണ് ഡേഞ്ചറസ്ലി എന്ന് പറയുന്നത് അറിയില്ല. പ്രാർത്ഥനയും ദൈവത്തെയും കുറിച്ച് വളരെ പറഞ്ഞത് വളരെ ഡേഞ്ചറസ് ആയി എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. He frankly said he expected me to talk at these notions.
But Ebi went on to say that when he had attempted prayer, even experimentally, the result had been immediate. Not only had he been released from his desire to drink, something very different from being on the water wagon. He had also found peace of mind and happiness of a kind he had not known for years. അപ്പോ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. He went on to say that when he had attempted prayer, പ്രാർത്ഥിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായുള്ള കാര്യം ഒരു പരീക്ഷയായിട്ട് തന്നെയാണ് ചെയ്തത്. ഒരു പരീക്ഷ ആയിട്ട് തന്നെയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോഴും അതിന്റെ റിസൾട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു ആ റിസൾട്ട്. അപ്പൊ അതിൽ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഒന്ന്, ഈ കുടിക്കാനുള്ള ആഗ്രഹം മാറിക്കിട്ടി. സംതിങ് വെരി ഡിഫറെന്റ് ഫ്രം ബീങ് ഓൺ ദ വാട്ടർ വാഗൺ. അതായത് ഈ കുടിയുടെ ഒരു സ്റ്റൈലിനെ കുറിച്ച് പറയാണ്. അത് മാറിക്കിട്ടി. പിന്നെ he had also found peace of mind and happiness of a kind he had not known for years. വർഷങ്ങളോളം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു മനസ്സമാധാനം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് അവിടെ വളരെ പ്രശസ്തമായ, അല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, വളരെ ഇതായിട്ട് പറയുന്നത്. പ്രാർത്ഥനയുടെ ഫലത്തെ കുറിച്ച് പറയും. Ebi had told his story simply, without hint of evangelism. ഇവാഞ്ചലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സാജറേറ്റ് ചെയ്ത് പറയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കാം. കൂട്ടി പറയുക, അതാണ്. ഗോസ്പൽ, അതായത് ഈ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതാണ് ഇവാഞ്ചലിസം. അപ്പൊ അത് അദ്ദേഹം പറഞ്ഞത്, എബി ടോൾഡ് ഹിസ് സ്റ്റോറി വളരെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. വിത്തൗട്ട് ഹിന്റ് ഓഫ് ഇവാഞ്ചലിസം. എന്തോ ഒരു പ്രത്യേക ദൈവികത്വമൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ഓൾദോ Bill continued to drink, Ebi's visit caused something to change inside him. ഈ കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും ബില്ലിന്റെ കുടി തുടരുമായിരുന്നു. പക്ഷെ ബില്ലിന്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റം സംഭവിച്ച കാര്യമാണ് പറയുന്നത്. The good of what he said stuck so well that in no walking moment thereafter could I get that man and his message out of my head, he recalled. ആ സന്ദേശം അവിടെ തങ്ങി നിന്നു, അതാണ് പറയുന്നത്. ആ സന്ദേശം, എബി താച്ചറിന് കിട്ടിയ ആ സന്ദേശം അദ്ദേഹത്തിൽ നിന്നും പുറത്തേക്ക് പോയില്ല. The good of what he said stuck so well, അതവിടെ ശരിക്കും ഒട്ടിപ്പിടിച്ചു. That in no walking moment thereafter could I get that man and his message out of ആ വ്യക്തിയെയും ആ വ്യക്തി തന്ന സന്ദേശത്തെയും പുറത്തേക്ക് കളയാൻ പറ്റിയില്ല എന്നാണ് ആ ബില്ല് പറയുന്നത്. He found himself talking about Ebi's visit with Louis. He found himself talking about Ebi's visit with Louis when she came home from work. എബിയുടെ സന്ദർശനത്തെ കുറിച്ച് പറയുകയാണ്, ലൂയിയുമായിട്ട് വന്ന സന്ദർശനത്തെ കുറിച്ച്. അതായത് അന്നൊരു ദിവസം ഉണ്ടായ ഒരു സംഭാഷണം, അതിനെ കുറിച്ച് പറയണം. As the days passed,
will continue to drink and to engage in endless interior dialogue with himself. He admitted to himself that an unsparing inventory made sense, however difficult such honesty might be. ഇതൊക്കെ ആയാലും ബില്ലിന്റെ കുടി നിന്നില്ല, വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ താൻ തന്നെ തന്നോട് സംസാരിക്കുന്ന ഒരു കാര്യം, ഒരു അന്തമില്ലാത്ത ഒരു സ്വയം സംസാരിക്കൽ ഉണ്ടായി. അവിടെയാണ് അഡ്മിറ്റഡ് ടു ഹിംസെൽഫ് ദാറ്റ് an unsparing inventory, ഒന്നിനെയും വിട്ടുകളയാത്ത ഒരു സെൽഫ് ഇൻവെന്ററി, അത് അർത്ഥമറ്റതാണ് എന്ന് തോന്നി. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ആ ഒരു സത്യസന്ധത, അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അത് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നി. ബട്ട് എബീസ് ടോക്ക് അബൌട്ട് ഗോഡ് contradicted everything Bill believed. അപ്പൊ എബി ഒരു ദൈവത്തെ കുറിച്ച് സംസാരിച്ചു, അതിനൊരു വിരോധാഭാസം ഉണ്ടാക്കി എന്നാണ് ബില്ല് പറയുന്നത്. ബിൽ റിമെമ്പേർഡ് moments of great spiritual intensity. This experience at Winchester Cathedral was one, but he could not accept what was taught by the world's organized religions. ഞാൻ നേരത്തെ പറഞ്ഞ മതങ്ങൾ, അതായത് ഓർഗനൈസ്ഡ് റിലിജിയൻസ്, ചിട്ടപ്പെടുത്തിയ റിലിജിയൻസില് അല്ലെങ്കിൽ അവര് പറഞ്ഞ കാര്യത്തില് ബില്ലിനൊരു അക്സെപ്റ്റൻസ് വന്നില്ല. അത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ദൈവവിശ്വാസവും, ഈ പറയുന്ന ദൈവവിശ്വാസവും ബില്ലിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. The experience at Winchester Cathedral was one. സ്പിരിച്വൽ ഇന്റൻസിറ്റി അവിടെ ഉണ്ടായതൊക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ചില കാര്യങ്ങളെ കുറിച്ച്, ദൈവത്തെ കുറിച്ചൊക്കെ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ടായി അദ്ദേഹത്തിന്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ ലോകത്ത് കാണുന്നുള്ള ഭ്രാന്തമായ മതങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഫെനാറ്റിക്സ് എന്നൊക്കെ പറയുന്നു, കറക്റ്റായിട്ട് അറിയില്ല. അതായത് കൂടുതലായിട്ടും പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലുള്ള മതവിശ്വാസം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. The one fact that he could not deny and could not escape was that Ebi was sober while Bill was drunk. പിന്നൊരു വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് അതൊന്ന് മാറി നിൽക്കാൻ സാധിച്ചില്ല. അതെന്താണെന്നെങ്കിൽ, എബി താച്ചർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ബില്ല് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ. A few days later, Ebi returned and he brought Shep C with him. ഷെപ്പ് എന്ന് പറഞ്ഞ ഒരാളുടെ പേര് തന്നെയാണ്, ഷെപ്പേർഡ് അല്ല. He brought Shep with him. നമ്മൾ നേരത്തെ വായിച്ചിരുന്നു ഈ ഷെപ്പിനെ. ഷെപ്പ് an active Oxford group member. ഷെപ്പ് ആക്റ്റീവ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പറാണ്. 3 പേരുടെ കാര്യം നമ്മൾ വായിച്ചിരുന്നു. റോളണ്ട്, ഷെപ്പ്, പിന്നെ വേറൊരാളും കൂടി. A few days later, Ebi returned and he brought Shep C with him. Shep, an active Oxford group member, delivered himself of a forthright message, as Bill put it. He gave me the Oxford group's boast aggressively and with all the punch he could pack. I didn't like this at all. When they were gone, I took to the bottle and really punished it. He secretly wondered how much of a drinker Shep had really been. അപ്പൊ ഈ ഷെപ്പിനെയും കൂടെ കൊണ്ടുവന്നു എബി. He brought Shep C with him. Shep, an active Oxford group member, delivered himself of a forthright message. ഒരു നേരെയുള്ള ഒരു സന്ദേശം ബില്ലിനോട് സംസാരിച്ചു. ഒരു ഫോർത്രൈറ്റ് മെസ്സേജ് അദ്ദേഹം കൊടുത്തു. ഈ ഫോർത്രൈറ്റ് എന്ന് പറയുന്നത്
forthright. വളരെ തുറന്ന സന്ദേശം. അതായത് ഒത്തിരി വളരെ നേരിട്ടുള്ള ഒരു സന്ദേശം. അപ്പോ അങ്ങനെയുള്ളൊരു സന്ദേശം he gave me the Oxford group's boast aggressively, വളരെ ശക്തമായിട്ട് പറഞ്ഞു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ കുറിച്ച്. ആൻഡ് വിത്ത് ഓൾ ദ പഞ്ച്, ഒരു എന്താ പറയാ, ഒരു വളരെ ശക്തമായ അല്ലെങ്കിൽ ഒരു വളരെ ഒരു സൗമ്യഭാവത്തിലല്ലാതെ പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ബില്ലിന് ഇഷ്ടപ്പെട്ടില്ല. I didn't like this at all. When they were gone, I took to the bottle and really punished it. വീണ്ടും മദ്യപിച്ചു. He secretly wondered how much of a drinker Shep really had been. അപ്പൊ ഷെപ്പിനെ കുറിച്ച് ആലോചിച്ചു എന്നാണ് പറഞ്ഞത്. For Bill, the turning point came one afternoon in early December. In a maudlin, self-pitying mood, he decided to make his own investigation of Abby's mission on 23rd Street. He got off the subway far from the mission and had to pass a number of bars on his way there. So he had to make a number of stops, and nightfall found him drinking with a Finn named Alec. ഓരോ വീണ്ടും വീണ്ടും മദ്യപാനത്തിലേക്കുള്ള ഓരോ എപ്പിസോഡുകളാണ്. He said he had been a sailmaker in the old country and a fisherman too, Bill recalled. Somehow the word fisherman clicked. I remembered the mission. Over there I could find fishers of men. It seemed like a wonderful idea. ഒരു മുക്കുവനായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിനാണ് ഇവിടെ പറയുന്നത്. Bill's destination was 246 East 23rd Street near the southwest corner of 2nd Avenue. It was a rescue mission operated by Dr. Sam Shoemaker's Calvary Church at 4th Avenue, now called Park Avenue South, and East 21st Street near Gramercy Park. The church also operated a more respectable hostel called Calvary House next to the church itself. But it was the one on 23rd Street that was aimed in helping the down and outer. Between 1926 and 1930s, more than 200,000 men are said to have visited the mission. The homeless men who were housed and fed there called themselves the Brotherhood, a term that Abby himself used. Billy D, a Brotherhood member who was assistant superintendent at mission, remembered Bill's visit. അപ്പൊ ഇതൊക്കെ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ ഉണ്ടായ സംഭവങ്ങളാണ്. ബില്ല് അവിടേക്ക് പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇത്രയും നേരം വായിച്ചത്. On the day that Bill Wilson called at Calvary Mission, Spoons Costello was in the kitchen and more or less in charge, as I was out all afternoon. He came in 2 or 3 times that afternoon asking for Abby Thatcher. Spoons told me about him when I arrived about supper time, which was at 5 p.m. each weekday. Spoons told me a tall fellow wearing an expensive suit of clothes, very drunk, accompanied by a down and out, came in and each time made too much noise for Spoons to permit him to stay. Spoons at that time was our cook. As for Bill's expensive suit, he did have a Brooks Brother suit that Louis' mother had found at the rummage sale. This was
1934. It was the Depression, and the place was a mission for indigents. Bill continue. Bill വന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. On the day that Bill Wilson called at Calvary Mission, Spoons എന്ന് പറഞ്ഞ ഒരാളെ കണ്ടതും അവിടെ വളരെ അദ്ദേഹത്തിന്റെ ഈ സൂട്ടോടുകൂടി ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മദ്യപിച്ചിട്ടാണ് ചെല്ലുന്നത്. As for Bill's expensive suit, he did have a Brooks Brothers suit that Louis' mother-in-law had found at a rummage sale. അത് ലൂയിയുടെ അമ്മ കൊടുത്തതായിരുന്നു. റമ്മേജ് സെയിൽ എന്ന് പറയുമ്പോൾ സെയിൽ പോലുള്ള ഒരു ഒരു പഴയ സാധനങ്ങൾ ഒക്കെ അങ്ങനെയുള്ള ഒരു റമ്മേജ് എന്ന് പറയുന്നത് അൺടൈഡിലി അൺസിസ്റ്റമാറ്റിക് ആൻഡ് അൺടൈഡിലി സെർച്ച് അവിടുന്ന് കിട്ടിയതാണെന്ന് പറയുന്നത്. Billy continued. I asked Spoons if he had told the fellow about the meeting that evening. He said he had. When the meeting started, Bill was downstairs in the chapel, accompanied by Jay. അപ്പോൾ ഇതൊരു ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മീറ്റിങ്ങിനെ കുറിച്ചായിരിക്കണം പറയുന്നത്. A Swede who, accompanied by Jay, a Swede who, judging by his clothes, had been on the bum for some time. John Gerald Dusk, one of the brothers who lived outside the mission, was on the platform and in charge of the meeting. A meeting ഉണ്ടാവുന്ന കാര്യങ്ങൾ. The brotherhood took turns at conducting the meetings, selecting the Bible lessons and the hymns, and then leading off with their own testimony. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ കാര്യങ്ങളെ കുറിച്ച് പറയാണ്. അവിടെ ബൈബിൾ വായിച്ചു, പിന്നെ അവിടെയുള്ള ഈ റിലീജിയസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചു. അതിനുശേഷം അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു. Gerald Dusk had just finished the Bible and started to witness when Bill got up from the audience on congregation and started down the aisle and toward the platform. അപ്പോ ഇദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ബില്ല് അവിടെ നിന്ന് എണീറ്റ് മുമ്പോട്ട് പോയി. Bill remembered that Tex Francisco, an ex-drunk, was there when he and Alec arrived. He not only ran the mission, he proposed to run us out of it. Bill said, "This made me very sore when we thought of our good intentions." ബില്ലിന് പറ്റാത്ത കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. എന്താണെന്നാലും ഇത് വേറെ ടെക്സ് ഫ്രാൻസിസ്കോ, ഒരു നേരത്തെ കുടിയനായിരുന്ന അദ്ദേഹമായിരുന്നു അവിടെ ഒരു ഇതിന്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നതായിരുന്നു. അപ്പൊ ഇവര് പോയ സമയത്ത് ഈ നോട്ട് ഓൺലി ran the mission, he proposed to run us out. ഇവരെ പുറത്താക്കണമെന്നോ എന്തോ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. This made അത് ബില്ലിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. Just then, Abby turned up, grinning like a Cheshire cat. He said, "What about a plate of beans?" After the beans, Alec and I were both clear. Abby said that there would be a meeting in the mission pretty soon. Would you like to come? Sure, we had go. That's why we were there. The three of us were soon sitting on one of the hard wooden benches that filled the place. I shivered a little as I looked at the derelict audience. I could smell sweat and alcohol. What suffering was, I pretty well knew. അപ്പോൾ എബി അവിടെ അവിടെ വരികയും ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പറയുകയും എന്നിട്ട് അവർ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം. There were hymns and prayers. Tex, the leader, exhorted us. വീണ്ടും അവിടെ എന്താ സംഭവിച്ചു എന്നുള്ള ഈ
ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ അവർ വായിച്ചത്. ഓൺലി ജീസസ് കുഡ് സേവ്, ഹി സെഡ്. ജീസസിന് മാത്രമേ ഇതിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സർട്ടൻ മെൻ ഗോട്ട് അപ്പ് ആൻഡ് മേഡ് ടെസ്റ്റിമോണിയൽസ്. കുറച്ചുപേര് എഴുന്നേറ്റ് നിന്ന് അവരുടെ ഒരു ഷെയറിംഗ് എന്ന് പറയാം, ടെസ്റ്റിമോണിയൽസ്, അവരുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. Numb as I was, I felt interest and excitement rising. Then came the call. Penitents started marching forward to the rail. Unaccountably impelled, I started to dragging Alec with me. Maybe reached for my coattails, but it was too late. Soon I knelt among the sweating, stinking penitents. Maybe then and there, for the very first time, I was penitent too. Something touched me. I guess it was more than that. I was hit. I felt a wild impulse to talk. Jumping to my feet, I began. Afterward, I could never remember what I said. I only know that I was in earnest and people seemed to pay attention. Afterward, Abby, who had been scared to death, told me with relief that I had done all right and had given my life to God. അതായത് സത്യസന്ധമായിട്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് തുറന്നു എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും വായിച്ചത്. അത് എബി പറയുകയുണ്ടായി. who had been scared to death told me with relief that I had done all right. ആ ചെയ്തത് കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. And had given my life to God. രണ്ടാംപടി സംഭവിച്ചു. നമുക്കറിയാം രണ്ടാംപടി എന്നുള്ളത്. അത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ബില്ലി ഡി റിമെമ്പേർഡ് ദ ഇൻസിഡന്റ് somewhat differently. ഈ ബില്ലി ഡി എന്ന് പറയുന്ന ആള് അത് വേറെ രീതിയിലാണ് കണ്ടിരുന്നത്. Billy D remembered the incident somewhat differently. When Bill started down the aisle, I was sitting in the rear with the brotherhood men who were present. When we seated the new men on the right side of the hall. By new men, I mean those that had not been cleaned up. Since Bill was accompanied by Jay, his fault, he was seated with the group on the right. അപ്പൊ ഇങ്ങനെ ഈ ബില്ലി ഡി പറയുന്ന കാര്യമാണ്. ബിൽ സ്റ്റാർട്ടഡ് ഡൗൺ ദി എയിൽ. ബില്ല് വരുമ്പോ അദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ആളുകളുടെ കൂടെയാണ്. അവരാരും സോബറായിട്ടുണ്ടാവാത്ത ആളാണ്. അതാണ് അദ്ദേഹം സോബർ ഇപ്പോഴും ആയിട്ടില്ല. We seated the new men on the right of the bill. By new men, പുതിയ ആൾക്കാർ എന്ന് പറയുന്നത് I mean those that had not been cleaned up. അവര് അപ്പോഴും പരിപൂർണമായിട്ട് ശരിയായിട്ടില്ലാത്ത ആളുകൾ. Since Bill was accompanied by Jay, his fault, he was seated with the group on the right. അവരുടെ കൂടെ ബില്ലിനെയും ഇരുത്തി. I asked two of the brotherhood to go. I asked two of the brotherhood to go down and ask him to sit down. He shrugged them off and walked to the front of the room near the platform. Gerald Dusk was getting mad at the interruption. He was a heavy-set man and by trade a house painter. I went down the aisle to the front and spoke to Bill. I asked him to sit down. He said no, he would not. He had been trying to say something in this place all the day, and no one was going to stop him now. Seeing that I couldn't quiet him, I asked Gerald Dusk to sit down and let Wilson talk. അവിടെ ബില്ലിനെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ കാര്യങ്ങളാണ്. ജെറോൾഡ് ഡസ്ക് എന്ന് പറഞ്ഞ ആള് ഇദ്ദേഹം ഇടപെട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. ബില്ലിനെ
അത് നമ്മുടെ അതിൽ പറയുകയാണെങ്കിൽ ഷെയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. I then told Bill we usually had the witnessing from the platform first, then opened the meeting so that anyone could witness from the floor. But seeing he was determined, we would open the meeting right away. And he could say what was on his mind. മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള ഒരു സന്ദർഭം. Bill told us he had been at Calvary Church the previous night and saw Abby Thatcher get up in the pulpit and gave witness to the fact that with the help of God, he had been sober for a number of months. അപ്പോഴാണ് ബില്ല് ഈ കാര്യം പറയുന്നത്. അതായത് എബി താച്ചർ ദൈവത്തിന്റെ സഹായം കൊണ്ട് മദ്യപിക്കാതെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി എന്നുള്ളത്. Bill said that if Abby Thatcher could get help here, he was sure he needed help and could get it at the mission also. So എബിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കും അത് വേണം എന്ന് ബില്ല് പറയുന്നുണ്ടായിരുന്നു. When the invitation was given at the close, Bill and Jay went forward and knelt down. When they got up, I suggested that Jay go upstairs. But since Bill looked prosperous in contrast to our usual mission customer, it was agreed that he go to towns where Abby Thatcher and others of the Oxford group could talk to him. അങ്ങനെ വീണ്ടും ടൗൺസ് എന്ന് പറയുന്ന ആസ്പത്രി തന്നെയാണ്, അങ്ങോട്ട് ചെല്ലാൻ പറയുന്നുണ്ട്. അവിടെ എബി താച്ചറോടും മറ്റുള്ളവരോടും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുള്ളവരോടും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ മീറ്റിംഗിലേക്ക് ബില്ലിനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. But Bill was not quite ready. He drank on for another 2 or 3 days. മദ്യപാനം തുടരുകയായിരുന്നു ബില്ല്. However, going to the mission had been more than a drunken impulse, and he pondered the experience. എന്തായാലും ഈ മീറ്റിങ്ങിന് പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അത് ഒരു മദ്യപിച്ചിട്ടുണ്ടാവുന്ന ഒരു ഇമ്പോൾസ് പോലെ ആയിരുന്നില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം സെൽഫായിട്ട് തന്നെ ആലോചിച്ചു ഈ അനുഭവത്തെ കുറിച്ച്. ഇൻ ദി ചാർജ്ഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ദ മീറ്റിംഗ് റൂം ഹി ഹാഡ് ബീൻ അവെയർ ഓഫ് ഡീപ് ഫീലിംഗ്സ്. അതിനകത്ത് വളരെ ആഴത്തിലുള്ള ചിന്തകൾ ഉണ്ടായി. ബട്ട് അഗെയിൻ ഹി ഫോട്ട് ദോസ് ഫീലിംഗ്സ്, ബ്രഷ് ദം അവേ ആൻഡ് വെന്റ് അഗെയിൻസ്റ്റ് ബോത്ത് റീസൺ ആൻഡ് എഡ്യൂക്കേഷൻ. അത് ഉൾക്കൊള്ളാൻ പറ്റാതായി. ഹി ഫോട്ട് ദോസ് ഫീലിംഗ്സ്, ബ്രഷ് ദം അവേ, ആ ഫീലിംഗ്സിനെ മാറ്റിവെച്ചു. വീണ്ടും കാരണങ്ങളും അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്ന സന്ദേശങ്ങളുടെയും എഗെയിൻസ്റ്റ് ആയിട്ട് പോയി. Yet reason also told him that his illness had made him as helpless as a cancer victim. ഈ ആസക്തി അതന്നെയാണ് ഈ രോഗം ഒരു ക്യാൻസറിനെക്കാളും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം. Had he had cancer and had recovery involved praying with other sufferers at high noon in the public square, wouldn't he not have done so? അപ്പൊ ഒരു ക്യാൻസറുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്യാൻസർ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും ഭേദം ഉണ്ടാവില്ലേ? മറ്റുള്ളവരായിട്ട് ഒരു സ്ഥലത്ത് ഒരു പബ്ലിക് സ്ക്വയർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭേദം ഉണ്ടാവില്ലേ എന്നുള്ള മേലെയൊക്കെ ചോദിക്കുന്നു. വാട്ട് വാസ് സോ ഡിഫറെന്റ് അബൌട്ട് ആൽക്കഹോളിസം? മദ്യാസക്തിയിൽ എന്താണ് ഒരു വ്യത്യസ്തമായിട്ടുള്ളത്? അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ചിന്തകളൊക്കെ വരുന്നത്. വാട്ട് വാസ് സോ ഡിഫറെന്റ് അബൌട്ട് ആൽക്കഹോളിസം? ഇറ്റ് വാസ് ഓൾസോ എ ക്യാൻസർ ഓഫ് സോർട്സ്. ഒരു തരത്തിൽ ക്യാൻസർ തന്നെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. സെർട്ടൻലി ഇറ്റ് വാസ് ഡിസ്ട്രോയിങ് ഹിസ് മൈൻഡ് ആൻഡ് ബോഡി. മനസ്സിനെയും ശരീരത്തിനെയും അത് ക്ഷയിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ ആത്മാവിനെയും ആൻഡ് സോൾ. ഇഫ് ദർ വാസ് സച്ച് എ തിങ്, ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം അത് ക്ഷയിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നോട്ട് മച്ച് ഡിഫറൻസ്, ബിൽ അഡ്മിറ്റഡ് സൈലന്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ ക്യാൻസർ രോഗവും ഇതുമായിട്ട് വലിയൊരു ഡിഫറൻസ് ഇല്ല എന്ന് ബില്ല് സമ്മതിക്കുന്നു. He finally began to see his alcoholism clearly as a helpless and hopeless condition. അങ്ങനെ ആയി വന്നിട്ട് അദ്ദേഹത്തിന്
ഉൾക്കാഴ്ചയുണ്ടായി, ആൽക്കഹോളിസത്തെ കുറിച്ച് ഉൾക്കാഴ്ചയുണ്ടായി. അതൊരു ഗത്യന്തരമില്ലാത്ത, ഒരു വിധത്തിലും ഒരു പ്രത്യാശയും ഇല്ലാത്ത ഒരു 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 രോഗമാണ് എന്നുള്ളത്, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ആൽക്കഹോളിസം എന്നുള്ളത്. He felt a strong desire to return to the hospital and to Dr. Silkworth. അപ്പോഴാണ് ആസ്പത്രിക്ക് തിരിച്ചു പോകാനുള്ള ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് തോന്നി. അവിടെ ഡോക്ടർ സിൽക്വർത്തിനോട് തിരിച്ചു വരാൻ തോന്നി. ലീവിങ് എ നോട്ട് ഫോർ ലൂയി, he set out for towns. ടൗൺസിലാണല്ലോ ഡോക്ടർ സിൽക്വർത്ത്. അങ്ങോട്ട് ലൂയി ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി വെച്ച് പോയി. He had only 6 cents and that left a penny after the subway fare. കയ്യിലുണ്ടായിരുന്ന പൈസ 6 cents മാത്രമേ ഉണ്ടായിരുന്നു. That left a penny after the subway fare. ചെലവാക്കിയ പൈസ കഴിഞ്ഞിട്ടുള്ളത് സബ്വേ ഫെയറിൽ പൈസ ചെലവാക്കി. Along the way, he managed to obtain 4 bottles of beer from a grocery. അപ്പോഴും ആ പൈസ കൊണ്ട് മദ്യം വാങ്ങിച്ചു, ബിയർ വാങ്ങിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. Where he had a little credit. അവിടെ പൈസ കടം പറയാനും സാധിച്ച സ്ഥലത്ത് നിന്ന് മദ്യം വാങ്ങി, ബിയർ വാങ്ങി. When he reached the hospital, he had finished 3 of the bottles. ആസ്പത്രിയിൽ എത്തുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ സിൽക്വർത്ത് met him in the hall. സിൽക്വർത്ത് അദ്ദേഹത്തെ കണ്ടു. Bill was in high spirits. Waving the bottle around, he announced that he had found something. Silkworth remembered that Bill was carrying 2 books on philosophy from which he hoped to get a new inspiration. It was December 11th, 1934, a month to the day since he had started drinking again. ഇത് ബില്ലിന്റെ ആ ഒരു ബില്ല് മദ്യപിച്ച് ആസ്പത്രിയിൽ പോയി പറയുന്നുണ്ട്. മദ്യപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നത് എന്തോ കണ്ടു, എന്തോ ഒരു തിരിച്ചറിവുണ്ടായി എന്നുള്ള രീതിയിൽ. പുസ്തകം, കയ്യിൽ 2 പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ നിന്ന് എന്തോ ഇൻസ്പിറേഷൻ കിട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഡിസംബർ 11, 1934. A month to the day since he had started drinking again. വീണ്ടും മദ്യപിച്ച ആ സമയം. He received the then current town's treatment. ആ സമയത്തുണ്ടായിട്ടുള്ള ആ ആസ്പത്രിയിലെ ചികിത്സ അദ്ദേഹത്തിന് കിട്ടി. Barbiturates to sedate him and belladonna for reducing stomach acids. അതിന്റെ ചികിത്സയുടെ ഭാഗങ്ങളാണ് ബാർബിട്രേറ്റ്സ്. കുറച്ച് ഒരു സെഡേഷൻ ഉണ്ടാക്കുന്ന കാര്യം, മയക്കം ഉണ്ടാക്കുന്ന കാര്യം. ബെല്ലഡോണ വയറുവേദന കുറയ്ക്കാൻ. As the effects of the alcohol wore away, it had not been one of his worst binges. He fell into deep depression and rebellion. He wanted the sobriety Abby had found, but he couldn't believe in God Abby had talked about. അവിടേക്കാണ് വരുന്നത്. അപ്പോ അദ്ദേഹത്തിന് സുബോധം വേണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും ദൈവവിശ്വാസം അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ പറ്റിയില്ല. His own feelings experienced at the mission had faded with the alcohol. വീണ്ടും മദ്യപിച്ചതുകൊണ്ട് ആ നേരത്തെ എന്തൊക്കെയോ ഒരു ഉണർവ് കിട്ടിയതൊക്കെ പോയി. In a few days, Abby visited him. Again, they talked as they had at the kitchen table. വീണ്ടും എബിനെ കണ്ടുമുട്ടുന്നു. ബില്ലിന്റെ അടുക്കളയിൽ ഉണ്ടായ സംഭാഷണം വീണ്ടും തുടരുന്നു. Abby's visit made Bill momentarily less depressed. ഇദ്ദേഹത്തിന്റെ വിസിറ്റ് അദ്ദേഹത്തിന് അറ്റ്ലീസ്റ്റ് ആ സമയത്തെങ്കിലും ഒരു ചെറിയൊരു മനസമാധാനം, ഡിപ്രഷനിൽ നിന്നും ഒഴിവായി കിട്ടി. But after Abby left, Bill slid into a very deep melancholy. പക്ഷെ അദ്ദേഹം എബിയുടെ വേർപാട് വീണ്ടും അദ്ദേഹത്തെ വളരെ മോശമായ മാനസികാവസ്ഥയിൽ എത്തിച്ചു. He was filled with guilt and remorse over the way he had treated Louis. അദ്ദേഹത്തിന്റെ ഭാര്യയെ അദ്ദേഹം ഏത് രീതിയിൽ ഭാര്യയോട് ഏത് രീതിയിൽ
പെരുമാറി എന്നുള്ളത് വളരെ കുറ്റബോധം ഉണ്ടാക്കി. ലൂയി who had stood by him unwavering throughout. ഇതൊക്കെ ആണെങ്കിലും അവര് ബില്ലിന്റെ കൂടെ തന്നെ നിന്നിരുന്നു. He thought about the miraculous moments they had shared standing on the Newport cliff the night before he sailed for England, the camping trips, the wonderful years as motorcycle bumps, the triumphs and failures on Wall Street. ഇതൊക്കെ ബില്ലിന്റെ പഴയ കാലങ്ങളെ കുറിച്ച് ബില്ല് ഓർത്തു. അദ്ദേഹവും ലൂയിയുമായിട്ടുള്ള ഓരോ പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തു. He thought about Winchester Cathedral in the moment he had almost believed in God. അപ്പോഴും മുഴുവനായില്ല, പക്ഷെ ഒരു ഓൾമോസ്റ്റ് ദൈവത്തിൽ ഒരു വിശ്വാസം ഉണ്ടായ കാര്യത്തെ കുറിച്ച് അദ്ദേഹം, അതായത് ബില്ലൊരു ദൈവവിശ്വാസി ആയിരുന്നില്ല, കുറച്ചായിട്ട് വിശ്വസിച്ച് ആ വിശ്വാസം ഒരുവിധം എപ്പോൾ തുടങ്ങി എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു. Now he and Louis were waiting for the end. Now there was nothing ahead but death or madness. അപ്പൊ ഇത്രയും മോശമായിട്ടുള്ള രീതിക്ക് പോയി. മരണം മുന്നിൽ കണ്ടു. This was the finish, the jumping off place. The terrifying darkness had become complete, Bill said. ഇരുട്ട് നിറഞ്ഞു വന്നിരുന്നു. In agony of spirit, I again thought of cancer of alcoholism, which had now consumed me in mind and spirit and soon the body. അദ്ദേഹത്തിനുണ്ടായ മദ്യാസക്തിയിലുള്ളൊരു ക്യാൻസർ അദ്ദേഹത്തെ എങ്ങനെ കീഴ്പ്പെടുത്തി, അദ്ദേഹത്തിന്റെ ശരീരത്തെ എങ്ങനെ കീഴ്പ്പെടുത്തി, അദ്ദേഹത്തിന്റെ മനസ്സിനെ എങ്ങനെ കീഴ്പ്പെടുത്തി, അദ്ദേഹത്തിന്റെ സ്പിരിറ്റ്, അതായത് ഒരു ആത്മാവിനെ, സ്പിരിറ്റ് എന്ന് പറയുന്നത് ആത്മാവുമായിട്ട് പറയാം. The abyss gaped before him. Abyss എന്ന് പറയുന്നത് ഒരു അന്തമില്ലാത്ത ഒരു താഴ്ച, അത് അദ്ദേഹത്തിന്റെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് കാണപ്പെട്ടു. In his helpless and desperation, Bill cried out, I will do anything at all. ഞാൻ എന്തും ചെയ്യാം എന്ന് ബില്ല് വളരെ ഉച്ചത്തിൽ പറഞ്ഞു. He had reached a point of total utter deflation. അതിന് നമ്മൾ റോക്ക് ബോട്ടം എന്ന് പറയുന്നതിന്റെ വേറൊരു കാര്യമാണ്. അന്ന് ആ ഒരു വാക്കു അതൊരു ടെക്നിക്കൽ വേർഡ് പോലെയാണ്, പക്ഷെ ഇവിടെ അതിന്റെ വേറൊരു കാര്യം അതന്നെയാണ്. He has reached a point of total utter deflation. ഇനി അങ്ങോട്ട് ഒന്നുമില്ല, അത്രയും മോശപ്പെട്ട ഒരവസ്ഥയിലെത്തി. A state of complete absolute surrender. വേറൊരു ഒന്നും ചെയ്യാനില്ല, സറണ്ടർ ചെയ്യുക എന്ന് മാത്രം, കീഴ്പ്പെടുക എന്ന് മാത്രം. അല്ല, ഒരു ചെറിയൊരു അംശം പോലും സറണ്ടർ ചെയ്യാതെ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പറ്റാത്തൊരവസ്ഥ, അതിന് പറ്റാത്തൊരവസ്ഥയിലെത്തി. With neither faith nor hope he cried, if there be a God, let him show himself. ഇപ്പോഴും വിശ്വാസം എന്നുള്ളത് ഓൾമോസ്റ്റ് വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എന്നെ രക്ഷിക്കട്ടെ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. What happened next was electric. Suddenly my room blazed with an indescribably white light. I was seized with an ecstasy beyond description. Every joy I had known was pale by comparison. The light, the ecstasy, I was conscious of nothing else for a time. ബില്ലിനുണ്ടായ ഒരു ആത്മാനുഭൂതി, അതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടായ പോലെ, സഡൻലി മൈ റൂം, പെട്ടെന്ന് അദ്ദേഹത്തിന്റെ റൂം പ്രകാശിച്ചു. പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു വെളിച്ചം അവിടെ ഉണ്ടായി. ഒരു മനസ്സിന് എന്തോ ഒരു ഉന്നതമായിട്ടുള്ളൊരു സന്തോഷം അവിടെ ഉണ്ടായി, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. എവറി ജോയ് ഐ ഹാഡ് നോൺ വാസ് പെയിൽ ഇൻ കമ്പാരിസൺ. മറ്റുള്ള ഏതൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഇതിന്റെ മുമ്പിൽ ചെറുതായിരുന്നു. ദ ലൈറ്റ്, ദ എക്സ്റ്റസി, ഐ വാസ് കോൺഷ്യസ് ഓഫ് നത്തിങ് എൽസ്. അപ്പൊ ആ സമയത്ത് വേറൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല. ഒരു പ്രത്യേകതരം ഒരു അനുഭൂതി ഉണ്ടായ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നത്. Then, seen in the mind's eye, there was a mountain,
I stood upon its summit where a great wind blew. ഒരു ഉച്ചഘട്ടത്തിലെത്തി, മനസ്സിന്റെ ഒരു ഉച്ചഘട്ടത്തിലെത്തി. A wind not of air but of spirit. ആ ഒരു കാറ്റ് അതൊരു സ്പിരിറ്റിന്റെ കാറ്റായിരുന്നു, അല്ലാതെ വായുവിന്റെ കാറ്റല്ല. In great clean strength it blew right through me. ആ ഒരു അനുഭൂതിയെ കുറിച്ച് പറയാണ്, അനുഭൂതി ഉണ്ടായ ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നത്. Then came a blazing thought, you are a free man. അദ്ദേഹത്തിന് തന്നെ തോന്നി തുടങ്ങി അദ്ദേഹം സ്വതന്ത്രനാണെന്ന്. I don't know, I know not all how long I remained in this state, but finally the light and the ecstasy subsided. ആ ഒരു അവസ്ഥയിൽ ഞാൻ എത്ര നേരം എനിക്ക് ഇത് തുടർന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ചുരുങ്ങി തുടങ്ങി. I again saw the wall of my room. As I became more quiet, a great peace stole over me, and this was accompanied by a sensation difficult to describe. എന്തോ ഒരു മാറ്റം അദ്ദേഹത്തിന് സംഭവിച്ചു, അത് പറയാൻ പറ്റുന്നില്ല. A great peace stole over me. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സമാധാനം അദ്ദേഹത്തിൽ കൂടി കടന്നുപോയി. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടെ അദ്ദേഹം കടന്നുപോയി. I became acutely conscious of a presence which seemed like a veritable sea of living spirit. ആ അതിന്റെ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണ്, ഒരു ലിവിങ് സ്പിരിറ്റ്. അതിനെക്കുറിച്ച് ബോധവാനായി, അതുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞു. I lay on the shores of a new world. വേറൊരു ലോകത്തിന്റെ തീരങ്ങളിൽ കിടക്കുന്നത് പോലെ കണ്ടു. This, I thought, must be the great reality, the God of the preachers. ഈ ദൈവത്തെ പറ്റി പറയുന്നവരുടെ ഒരു ദൈവം ഇതായിരിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. Savoring my new world, I remained in this state for a long time. ഇതിനെ പ്രതികൂലിക്കുന്ന രീതിയിൽ ഈ പുതിയ ലോകത്തില് അദ്ദേഹം അവിടെ കുറച്ചു നേരം നിന്നു. I seemed to be possessed by the absolute. A curious conviction deepened that no matter how wrong things seemed to be, there could be no questions of the ultimate rightness of God's universe. ദൈവത്തിന്റെ ഒരു ലോകത്തെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ദൈവത്തിന്റെ ഒരു ലോകത്തെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അതുണ്ട് എന്നുള്ളത്. For the first time I felt that I really belong. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത് ഞാൻ ഒരു ശക്തിക്ക് മുമ്പിൽ, ഒരു ശക്തിയുടേതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. I really belong. I knew that I was loved and could love in return. അപ്പോഴാണ് ഒരു സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്, ആ സ്നേഹം എനിക്ക് കൊടുക്കാനും പറ്റും എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. I thanked my God. ഞാൻ എൻ്റെ ദൈവത്തോട് നന്ദി പറഞ്ഞു. Who had given me a glimpse of his absolute self. അതാണ് ദൈവം. വിശ്വാസം ഇല്ലാതിരുന്ന വില്ലിന് ദൈവത്തെ കാണാൻ സാധിച്ചു. കാണുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണുകൊണ്ട് കാണാനല്ല, അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ, അദ്ദേഹത്തിന്റെ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു. ആ ദൈവത്തിന്റെ ഒരു രൂപത്തെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. Even though a pilgrim upon an uncertain highway, I need be concerned no more, for I had glimpsed the great beyond. വളരെ എന്താ പറയാ, ഒരു അത് ഉദാഹരണം പറയണം. ഒരു അൺസർട്ടൺ ഹൈവേയിൽ എവിടെയോ പോകുന്ന ഒരാളുടെ അങ്ങനെയാണെങ്കിൽ പോലും, അങ്ങനെയുള്ളൊരു തീർത്ഥാടനം ആണെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. ഐ നീഡ് ബി കൺസേൺ നോ മോർ. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല.
എനിക്ക് ദൈവത്തിന്റെ ഒരു ചെറിയൊരു കാഴ്ച കണ്ടു എന്നുള്ളത് തന്നെയാണ് അവിടെ പ്രസക്തി. ബിൽ വിൽസൺ had just had his 39th birthday and he still had half his life ahead of him. He always said that after that experience, he never again doubted the existence of God. അവിടെയാണ് ദൈവവിശ്വാസം ഉണ്ടായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ വായിച്ചത്. ദൈവവിശ്വാസം ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്നും ദൈവവിശ്വാസം എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വിചാരിച്ചത്. അപ്പൊ എന്താണെന്ന് വെച്ചാല് he always said that after that ഈ മുകളിൽ വായിച്ച ഈ അനുഭവങ്ങൾ, അതിൽ നിന്നും അദ്ദേഹത്തിന് പിന്നീട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടായിട്ടില്ല. ദൈവം എക്സിസ്റ്റന്റ് ആണ് എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. He never took another drink. അതിനുശേഷം അദ്ദേഹം വേറൊരു കുടി കുടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതോടുകൂടി 5ാമത്തെ ചാപ്റ്റർ അവസാനിച്ചു. നമുക്ക് ഇവിടെ നിർത്താം. വളരെ നല്ല ഒരു ഭാഗത്തിൽ കൂടിയാണ് കടന്നുപോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൈവവിശ്വാസം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഇതിലും വ്യക്തമായിട്ടൊന്നും പറഞ്ഞു തരാനൊന്നും സാധിക്കില്ല. അവരവരുടെ അനുഭവത്തിൽ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് എനിക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി. അതേപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എന്റെ കാര്യത്തിൽ തന്നെയായിരുന്നു. നേരത്തെ ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. ആ ദൈവവിശ്വാസം ഒരു ദൈവവിശ്വാസം അല്ല. പിന്നീട് ദൈവവിശ്വാസം ഇല്ലാതായി. പിന്നീടാണ് ഇതേപോലുള്ള എന്തൊക്കെയോ, ഞാൻ ഇതിന് ഇക്വേറ്റ് ചെയ്യല്ല, എന്തൊക്കെയോ എനിക്കും തോന്നി ഒരു ഇതേപോലെ ഒരു വെളിച്ചം വരുന്നത് പോലെയും അങ്ങനെയുള്ള അതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. എക്സാക്ട്ലി അതുപോലെ ആയിക്കോളുന്നില്ല, എനിക്ക് ഇതേപോലെ എഴുതാനൊന്നും പറ്റില്ല. പക്ഷെ വായിക്കുമ്പോൾ എന്തൊക്കെയോ അതുമായിട്ട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.